മധ്യപൂർവേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ വീണ്ടും പാളുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിന്റെ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെ തന്നെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുന്നത്. ലെബനനിൽ ഇസ്രയേൽ തുടരുന്ന സൈനിക നീക്കങ്ങളാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഏതു നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത് ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു മുതിർന്ന കമാൻഡർ നൽകിയ പ്രസ്താവന ഈ സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഏത് ആക്രമണവും ഇറാന് നേരെ നേരിട്ടുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള ഇറാന്റെ തന്ത്രപരമായ ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നതാണ് ഈ നിലപാട്. പോർക്കളം ഇപ്പോൾ ഒരു കനത്ത തിരിച്ചടിക്കായി തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് കേവലം ഒരു വാക്കല്ല, മറിച്ച് ഇറാൻ വ്യോമസേന മിസൈലുകൾ സജ്ജമാക്കുന്നു എന്ന വാർത്തകളോട് ചേർത്തു വായിക്കേണ്ട ഒന്നാണ്. രാജ്യത്തെ ജനങ്ങളോട് ഐക്യത്തോടെ നിലകൊള്ളാൻ കമാൻഡർ ആഹ്വാനം ചെയ്തത് ഇറാൻ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാവാം. ആഭ്യന്തരമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഇസ്രയേലിന് വ്യക്തമായ മറുപടി നൽകാനാണ് ടെഹ്റാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഖേദമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നേരിടേണ്ടി വരും. വാക്കുകളിലെ ഈ കാഠിന്യം നയതന്ത്ര ചർച്ചകൾക്ക് ഇനി എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന ചോദ്യം ഉയർത്തുന്നു. തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാൻ പോലും ആലോചിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി ലംഘിക്കപ്പെട്ടാൽ അത് മേഖലയിൽ വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലിന് വഴി തുറന്നേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ കരാർ ഒരു വലിയ വിജയമായിരുന്നുവെങ്കിലും ഇറാൻ ഇത് എത്രത്തോളം മാനിക്കുമെന്നത് സംശയകരമാണ്. ലെബനനിലെ സാഹചര്യം സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ തങ്ങളുടെ പ്രാദേശിക താല്പര്യങ്ങൾക്കെതിരെയാണെന്ന് ഇറാൻ കരുതുന്നുണ്ട്. സഖ്യകക്ഷികളെ സംരക്ഷിക്കുക എന്നത് ഇറാന്റെ വിദേശ നയത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ ഹിസ്ബുള്ളയെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ ഇറാൻ നിശബ്ദമായി കണ്ടു നിൽക്കില്ല. ഈ നിലപാട് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സാധ്യത. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തന്റെ കർക്കശമായ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും സുരക്ഷാ ഭീഷണികൾ നേരിടാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് അദ്ദേഹം. ഇത് ഇറാന്റെ മിസൈൽ നീക്കങ്ങളെ കൂടുതൽ വേഗത്തിലാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ഭയം നിരീക്ഷകർ പങ്കുവെക്കുന്നു. ഇറാൻ വ്യോമസേന മിസൈലുകൾ ലോഡ് ചെയ്യുന്നതായും ആക്രമണത്തിന് സജ്ജമാകുന്നതായും പുറത്തുവരുന്ന വാർത്തകൾ വെറുമൊരു മനഃശാസ്ത്ര യുദ്ധമല്ല. യഥാർത്ഥത്തിൽ ഒരു ആക്രമണം നടന്നാൽ അത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് താങ്ങാനാവുമോ എന്ന ചർച്ചയും സജീവമാണ്. നേരത്തെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കൂടുതൽ മാരകമായ മിസൈലുകളാണ് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയൊരു സമ്മർദ്ദം ഇരു രാജ്യങ്ങൾക്കും മേലുണ്ട്. എന്നാൽ ട്രംപിന്റെ നയങ്ങൾ ഇറാന് അനുകൂലമല്ലെന്ന ചിന്ത ടെഹ്റാനിലുണ്ട്. ഉപരോധങ്ങൾ തുടരുന്നതും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലും ഇറാനെ കൂടുതൽ പ്രകോപനപരമായ നിലപാടുകളിലേക്ക് നയിക്കുന്നു. വെടിനിർത്തൽ കരാർ എന്നത് ഒരു ഇടവേള മാത്രമാണെന്നും ശാശ്വതമായ സമാധാനം എപ്പോഴും അകലെയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിന് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോയുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. എന്നാൽ നാറ്റോയുമായുള്ള ട്രംപിന്റെ അസ്വാരസ്യങ്ങൾ ഇസ്രയേലിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് കണ്ടറിയണം. ഇറാൻ ജനതയും ഈ സംഘർഷത്തെ ആകുലതയോടെയാണ് കാണുന്നത്. ഉപരോധം മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയെ യുദ്ധം കൂടുതൽ തകർക്കും. എന്നിരുന്നാലും ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങൾ സൈന്യത്തിനൊപ്പം നിൽക്കണമെന്ന കമാൻഡറുടെ ആഹ്വാനം ജനവികാരം ഉണർത്താൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. സൈനിക താവളങ്ങളിലും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാന്റെ സൈനിക നീക്കങ്ങളുടെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇസ്രയേലിനെ മുൻകരുതലെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയും മറ്റ് അറബ് രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഖത്തറും ഒമാനും പോലുള്ള രാജ്യങ്ങൾ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമാണ്. വെടിനിർത്തൽ കരാറിന്റെ ആയുസ് ഓരോ മണിക്കൂറിലും കുറഞ്ഞു വരികയാണ്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന മെയ്ഹം അഥവാ അരാജകത്വം അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം.
തങ്ങളുടെ അതിർത്തിക്കപ്പുറമുള്ള സുരക്ഷാ കവചവുമായിട്ടാണ് ഇറാൻ ലെബനനെയും ഹിസ്ബുള്ളയും കാണുന്നത്. എന്നാൽ അത് തകർന്നാൽ ഇറാന്റെ സുരക്ഷ ദുർബലമാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുമുണ്ട്. ഈ തന്ത്രപരമായ പ്രതിസന്ധിയാണ് ഇറാനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കരുത്ത് അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലാണ്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ അവർക്ക് കഴിയും. ഇത് ഇസ്രയേലിന് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. പ്രതിരോധത്തിന് പുറമെ പ്രത്യാക്രമണത്തിനുള്ള പദ്ധതികളും ഇസ്രയേൽ തയ്യാറാക്കിയിട്ടുണ്ടാകും. വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റിന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. കരാർ ലംഘിക്കപ്പെട്ടാൽ അത് തന്റെ നയതന്ത്ര പരാജയമായി കണക്കാക്കപ്പെടുമെന്ന് ട്രംപിനറിയാം. അതിനാൽ തന്നെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. ഇസ്രയേൽ സൈന്യം ലെബനനിൽ തുടരുന്ന മിന്നലാക്രമണങ്ങൾ ഹിസ്ബുള്ളിയെ തളർത്താനാണ്. എന്നാൽ ഇത് ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നതിനും തുല്യമാണ്. ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. സൈനിക നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇത് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളെ അടിമുടി മാറ്റും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വിലയും ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിക്കുന്നത് ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറുന്നു. സാമ്പത്തിക അസ്ഥിരത വികസ്വര രാജ്യങ്ങളെയാണ് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ യുദ്ധഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ്. വെടിനിർത്തൽ തുടരുമോ അതോ മിസൈലുകൾ ആകാശം കീഴടക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. നയതന്ത്രത്തിന് ഇനിയും ഒരു അവസരം നൽകിയാൽ വൻ ശക്തികൾ തയ്യാറാകുമോ എന്നതാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇനി അനിവാര്യമായിട്ടുള്ളത്. മൂന്നാം കക്ഷികളുടെ ഇടപെടലുകൾ പലപ്പോഴും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് പരിഹരിക്കാതെ ശാശ്വത സമാധാനം ഒരിക്കലും സാധ്യമല്ല. നിലവിലെ സാഹചര്യം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്നത് പോലെയാണ്. ബാക്കി നമുക്ക് കണ്ടും കേട്ടും അറിയാം.